നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പീഡന പരാതിയെ തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കഥ. അത് ഓരോ ദിവസവും ഓരോ തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണക്കാരനായിട്ടുള്ള ഷാഫി പറമ്പിലാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയതും അതേപോലെ തന്നെ അവിടെ MLA സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചതും അദ്ദേഹത്തെ ജയിപ്പിച്ച് ഈ ഉന്നത നിലയിലെത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഷാഫി പറമ്പിലാണ്. ഇതിന്റെ പിന്നിൽ മറ്റ് ഒരാൾ കൂടിയുണ്ട്, അത് VD സതീശനാണ്. ഈ ത്രിമൂർത്തികൾ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോ പൊതുസമൂഹത്തിന് മുമ്പിൽ മറുപടി പറയേണ്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടി വ്യാജരേഖകൾ ഉണ്ടാക്കി, ആ വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ തനിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയതെന്ന് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി മാറി. ആ യൂത്ത് കോൺഗ്രസിൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ല യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. വ്യാജ കാർഡ് ഉണ്ടാക്കി എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ആ വ്യാജ കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര വോട്ട് കിട്ടിയെന്നും പറഞ്ഞ് അവിടെ പ്രസിഡന്റ് ആയത്. അതിനുശേഷമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ റീഇലക്ഷൻ വരുന്നത്. അവിടെ ജയിച്ചു പോയ ഷാഫി പറമ്പലിന് പകരം കൊണ്ടുവന്നു നിർത്തിയത് ഷാഫിയുടെ തന്നെ അനുയായിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെ ആയിരുന്നു. ആ രാഹുൽ മാങ്കൂട്ടം ജയിക്കുകയും MLA ആവുകയും ചെയ്തു. വർഗീയ ശക്തികളുടെയും നുണപ്രചരണങ്ങളുടെയും എല്ലാം ഫലമായിട്ടായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി അവിടെ ജയിച്ചു വന്നത്. അതിനുശേഷം തുടർന്നിങ്ങോട്ട് ഈ പീഡന പരമ്പര ഉണ്ടാകുകയും പീഡന കഥകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയും ചെയ്തു. കോൺഗ്രസിനകത്ത് തന്നെയുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ അകത്ത് തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ രേഖകളെല്ലാം പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരാൻ ഒരുപാടുണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ഇപ്പോ നിലവിൽ. ഇനി MLA സ്ഥാനം കൂടി രാജിവെക്കേണ്ടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിനെല്ലാം കാരണക്കാരനായത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ വ്യക്തിയാണ്. MP ഷാഫി പറമ്പിൽ ആദ്യമേ രാഹുൽ മാങ്കൂട്ടത്തെ പൊക്കൊണ്ടുവരികയും അവിടെ പാലക്കാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിഷ്ഠിക്കുകയും അവിടെ ജയിപ്പിച്ചെടുക്കുകയും ചെയ്ത പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. ഈ ഷാഫി പറമ്പിൽ എല്ലാ കാര്യത്തിനും പിന്തുണ കൊടുക്കുകയും ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഒരാളെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ ഷാഫി പറമ്പിൽ തന്നെയാണ് മുൻകൈ എടുത്തിട്ടുള്ളത്. മറ്റ് പലരും യൂത്ത് കോൺഗ്രസിന്റെ വർഷങ്ങളായി പ്രവർത്തിച്ച് നേതൃനിരയിൽ ഉള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ തള്ളി മാറ്റിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ മത്സരിപ്പിക്കാൻ നിശ്ചയിച്ചത്. അതിന്റെ എല്ലാം ഫലമാണ് ഇപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു 3-4 ദിവസമായി ഷാഫി പറമ്പിൽ മുങ്ങി നടക്കുകയായിരുന്നു. ഈ പീഡന ആരോപണങ്ങളെല്ലാം മീഡിയകളിൽ വന്നപ്പോഴെല്ലാം ഷാഫി പറമ്പിൽ വെളിയിലെങ്ങും ഇറങ്ങിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ബീഹാറിലേക്ക് പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഇടുകയുണ്ടായി. അതിനുശേഷം ആളെ പിന്നെ കണ്ടിട്ടില്ല. വീണ്ടും രാവിലെ ഇവിടെ വന്നിട്ടുണ്ട്, കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ അവരുടെ കോൺഗ്രസിന്റെ പ്രവർത്തകരും കൂടി ഓരോ കാര്യങ്ങൾ ചോദിച്ചു ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഒഴിവാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഷാഫി പറമ്പിൽ ഒരു സ്ഥലത്തെ കാറിൽ വന്നപ്പോൾ അവിടുത്തെ പ്രവർത്തകർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും ആ ചോദ്യങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതുമായ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം.
മുൻ നേതാവിന്റെ മകളടക്കം 8 സ്ത്രീകളെ വന്ന് 8 സ്ത്രീകളെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ലീഗുകാരുടെയും ഒക്കെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന കാഴ്ചയാണ് ഷാഫി പറമ്പിൽ ഇപ്പോ ചോദ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയരുന്ന ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരായിട്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ മീഡിയ വെളിപ്പെടുത്തുമെന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.